ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ ദേവി. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ. കൂടെ നീല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. തണുത്തുറഞ്ഞ മഴക്കാലത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും പ്രകടമാക്കുന്നൊരു ദിവസമായിരുന്നു. മേഘം ഭൂമിയോടുള്ള തന്റെ പ്രണയ സന്ദേശം എന്നപ്പോൾ മഴത്തുള്ളികൾ താഴേക്ക് കുഴിച്ചുകൊണ്ടേയിരുന്നു. അവൾ തന്റെ മൃദുലമായ കൈകളാൽ തന്റെ മുടിയിഴകളെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. Good morning, Bangalore. This is me, Ajay Henry, and once again a warm good morning to all. ഹലോ, എന്താ പറയ്? എന്റെ പൊന്നു മോനെ, നീയൊന്ന് ഇറങ്ങി വാ. എത്ര നേരായത്? ഒരു 10 മിനിറ്റ് ഇപ്പൊ ഇറങ്ങാം. 10 മിനിറ്റോ? ഇപ്പൊ ഇറങ്ങിക്കോണം നീ, ഇല്ലേ ഞാൻ അങ്ങോട്ട് കയറി വരും. എടി, ഒരു 10 മിനിറ്റ് കൂടെ. ഹെൻറി ചായന്റെ പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയാ പോരെ? ഓ, അവളൊരു ഹെൻറി ചായൻ. അങ്ങനെ പരിപാടി വൈകുന്നേരല്ലേ? നീ വന്നിട്ട് കണ്ടാ മതി. ഞങ്ങളോട് കുറെ നേരമായിട്ട് താഴെ വെയിറ്റ് ചെയ്യാം. നീ പെട്ടെന്ന് വാ. ഓ, ഇവള് സമ്മതിക്കുന്നില്ല. ഞാനെന്താ വരിക? മമ്മ, ഞാൻ ഇറങ്ങാട്ടോ. കൊച്ചിനെ നീ എന്തേലും കഴിച്ചിട്ട് പോവ്. വേണ്ട മിസ്സസ് ജോൺ, ഞാൻ കാന്റീൻ കഴിച്ചോളാം. യോഗി ചായനും ബേബിയും പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ ശരി, ഞാൻ പോയിട്ടോ. ടാറ്റ. ഉമ്മ. ഇപ്പൊ എന്റെ ഒരു കാര്യം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് മൂവരും ക്യാൻറ്റീൻ ലക്ഷ്യം നോക്കി നടന്നു. അപ്പോൾ മഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. മേഘത്തിന് ഭൂമിയോടുള്ള പ്രണയം ദൃഢമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തമായ മഴ. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? അവൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഹെൻറിയുടെ ശബ്ദത്തെയും കാത്തിരിപ്പാണ്. എടി മത്തങ്ങ തെളിച്ച്, നിന്നോടല്ല നീ ചോദിക്കുന്നേ. നിനക്കൊന്നും തിന്നാൻ വേണ്ടേ? യോഗിച്ച ആളും കൂടെ എനിക്ക് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. വേണ്ട, എനിക്ക് വേണം. ഞാൻ ഹെൻറി ചാൻ ആലോചിച്ചിരിക്കുന്നു. വേണ്ട, എനിക്ക് വേണമെന്നോ? ഇവളെന്തൊക്കെ ഓക്കണിട്ടാടി പറയണേ? ഹെൻറിന്ന് ആലോചിച്ച് കിളിയും പോയോ? അതെ, ഇതെന്തോ കൂടിയാണ്. ചേട്ടാ, ഇതിപ്പോ വലിയ കഷ്ടായല്ലോ. എനിക്ക് എന്റെ ചെക്കനെ ആലോചിച്ചിരിക്കാൻ പാടില്ലേ? നിന്റെ ചെക്കനോ? എപ്പോ തൊട്ട്? കുറച്ചു കാലായി. എനിക്ക് അങ്ങേരോടെ പ്രേമാണെന്ന് തോന്നുന്നു. എടി കൊഴുപ്പിന്, നീരെ എന്ത് കണ്ടിട്ടാ? അവന്റെ സൗണ്ട് കേട്ടിട്ട് അവന്റെ പുറകെ എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? അവനാരാന്ന് നിനക്കറിയോ? അതൊക്കെ പോട്ടെ, അറ്റ്ലീസ്റ്റ് അവനെ നീ കണ്ടിട്ടെങ്കിലും ഉണ്ടോ? അതിനൊരാളെ പ്രണയിക്കണമെങ്കിൽ അയാളെ കാണണം എന്നൊന്നുമില്ലല്ലോ. ഇടവക്ക് വട്ടാണ്. വാ, നമുക്ക് പോവാൻ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. എന്റെ പൊന്ന് ഹെൻറിച്ച, നിങ്ങളത് എവിടെയാ? ഇന്ന് ലേറ്റ് ആണല്ലോ. Hello, Bangalore. This is me, Ajay Henry from Maldives. ഇന്നൊരു ഇച്ചിരി ലേറ്റ് ആയില്ലേ? Sorry for that. And now we have a caller. ആരാണ് നോക്കാം. ഹലോ, പേര് പറയൂ. ആരാ വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ റിയ പറയൂ, ഇന്ന് ഏത് പാട്ടാ വെക്കണ്ടേ? സോങ് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം? ആഹാ, ഫ്ലവേഴ്സ് ഇഷ്ടമാണോ? ഏത് ഫ്ലവറാ ഫേവറേറ്റ്? എനിക്ക് തുലിപ്പാണ് ഇഷ്ടം. ആഹാ, എന്റെ ഫേവറേറ്റ് ഫ്ലവറും തുലിപ്പ. ഓക്കെ, അപ്പൊ ഇന്ന് റിയ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് തുലിപ്പ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിക്കോട്ടെ. അപ്പൊ നമുക്ക് റിയ പറഞ്ഞ പാട്ട് ഇട്ടിട്ട് വരാം. കമ ഷെൽഫ് തുറന്ന് അവളുടെ ഡയറി തുറന്ന് പുറത്തെടുത്തു. താളുകൾ നിറച്ച് ശൂന്യമായ പേജിൽ എഴുതി തുടങ്ങി. Tulip, symbol of perfect and deep love. അതെ, എന്റെ ലൈഫിലെ പെർഫെക്റ്റ് ആൻഡ് ഡീപ്പ് ലവ് അത് നീയാണ്, മൈ ടുലിപ്പ്. എന്തുകൊണ്ടോ നല്ല ഉറക്കത്തിലായിരുന്ന അവളെ എഴുന്നേൽപ്പിക്കാൻ പ്രിയയുടെ കോളമല്ലാതെ മറ്റൊന്നും സാധിക്കില്ലായിരുന്നു. നീ പെട്ടെന്ന് വാ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്.
എന്തുവാ ഇത് സാറ്റർഡേ അല്ലേ? ഞാനും കിട്ടില്ല. ദേ നീ വന്നില്ലെങ്കിൽ ഞാൻ മിണ്ടൂല കേട്ടോ. ഓ ഇവള് ഒരു 10 മിനിറ്റ് ഞാൻ എന്താ വരാ. കുറച്ച് സമയത്തിന് ശേഷം അവരവരുടെ യാത്ര തിരിച്ചു. 15 മിനിറ്റിന്റെ യാത്ര ഉണ്ടായിരുന്നു. ഒടുവിൽ അവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. ദേവൂസേ, ഞാനൊരു കാര്യം പറയാം. നീ എന്തിനാ ആ ആർജനെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവനെ നിന്നെ അറിയ കൂടെ ഇല്ല. നിനക്കും അവനെ കണ്ട പരിചയം പോലില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ? അതെ, ഒന്ന് കണ്ടിട്ട് കൂടെ ഇല്ലാതാണ് നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നേ? പ്രണയം എന്ന് പറയുന്നത് 2 മനസ്സുകളുടെ സൗന്ദര്യമാണ്, ഒരിക്കലും പുറമേയുള്ള സൗന്ദര്യത്തിന്റെ അല്ല. ഇനി അവൻ കാണാൻ എങ്ങനെയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. അല്ലാഹേ, ശരിയാണ്, ആദ്യമൊക്കെ ഞാൻ അവന്റെ ശബ്ദത്തെ ആയിരുന്നു പ്രണയിച്ചത്. എന്നാ ഇപ്പോ ഞാൻ അവന്റെ ആ കളങ്കമില്ലാത്ത ഹൃദയത്തെയാണ് പ്രണയിക്കുന്നത്. ആ മതി മതി, നീ വന്നേ, ഞാൻ നിനക്കൊരു സ്ഥലം കാണിച്ചു തരാം. ദേ, ഇതാണ് നിന്റെ ഹെൻറിച്ചിന്റെ വീട്. ചെല്ലേ, നീ ചെന്ന് നിന്റെ ഇഷ്ടാവിനോട് പറ. ശരിക്കും ഇതാണോ ഹെൻറിച്ചിന്റെ വീട്? അതേന്നേ, ഇതാണ് അവന്റെ വീട്. നീ ചെല്ലേ. ഇങ്ങനെ ഡയറക്റ്റായി പറഞ്ഞാലൊന്നും ശരിയല്ല. നിങ്ങൾ വന്നേ, തിരിച്ചു പോവാം. ഇതിലൊന്നും ഇടയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവളെ ഇത് വലിച്ചെന്നിട്ട് മെഗാ സീരിയലാക്കും. ഒരു നടക്കി 2 നടക്കൊക്കെ പോവും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. പിറ്റേന്ന് രാവിലെ നെയ്മറുടെയായി ടൗണിലേക്ക് ഇറങ്ങി. ടൗണിലെ ഏറ്റവും പ്രശസ്തമായ ഫിലിപ്പ് ഗാർഡൻ എന്ന ഫ്ലവർ ഷോപ്പിലേക്ക് പ്രവേശിച്ചു. ചുറ്റും പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ശരിക്കും കണ്ണുകളെ കുളിരേൽപ്പിക്കാൻ കഴിയുമെന്ന്. അവൾ പയ്യെ തുലിപ്പൂക്കൾ ലക്ഷ്യമാക്കി നടന്നു. അവിടെ നിന്ന് ഒരു തുലിപ്പൊക്കറ്റ് കയ്യിലെടുത്ത് കൗണ്ടറിലേക്ക് നടന്നു. അങ്കിളെ, ഈ ബുക്ക്. ഫിലിപ്പ് വേഗം ആ പൊക്കറ്റ് എടുത്ത് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് നീട്ടി. ആ മോളെ, 880 അവൾ ആ പൈസ അടിച്ച് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. കൊടുക്കാൻ അവൾ ഹെൻറിയുടെ വീടിന് മുന്നിലെത്തി. ആ പൊക്കറ്റിൽ എന്തോ എഴുതി വെച്ചു. ടു ആർ.ജെ. ഹെൻറി വിത്ത് ലവ്, ഫിലിപ്പ്. ഇത് കൊള്ളാം, ഇത് മതി. ശേഷം ആ പൊക്കറ്റ് അവിടെ വെച്ച് അവൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. കുറച്ചു സമയത്തിന് ശേഷം സ്റ്റുഡിയോയിലേക്ക് പോകാനായി ഹെൻറി പുറത്തിറങ്ങി. മമ്മി, ഞാൻ ഇറങ്ങാട്ടോ. ആ മോനെ, പെട്ടെന്ന് ചെല്ല്, ലേറ്റ് ആവണ്ട. ഇതാരാ ചേച്ചിയുടെ മുന്നിൽ ഒരു പൊക്കറ്റ് കൊണ്ടുവച്ചേ? ഇനി പപ്പ ഞാൻ എടുക്കാൻ പറഞ്ഞതാണ്. അവൻ മെല്ലെ ആ പൊക്കറ്റ് കയ്യിലെടുത്തു. അപ്പോഴാണ് അതിലുള്ള പേപ്പറാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ ആ പേപ്പർ തുറന്ന് വായിച്ചു. ടു ആർ.ജെ. ഹെൻറി വിത്ത് ലവ്, തുലിപ്പ്. ഇത് എനിക്കാണല്ലോ. ഇതിപ്പോ ആരവിടെ കൊണ്ടുവച്ചേ? എടാ, നീ പോയില്ലേ? ടൈം കുറയാമല്ലോ, ഷോ തുടങ്ങണ്ടേ? അല്ല മമ്മി, ഇത് ഒന്നുമില്ല, ഞാൻ പോവാ. ദിവസങ്ങൾ കടന്നുപോയി. നീന ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. മമ്മി, തിരക്കാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണല്ലോ ഒരു മുഖവരൊക്കെ പറയാം അങ്ങോട്ട്. അതുണ്ടല്ലോ മമ്മി, എനിക്ക് എന്നും ആ ഗേറ്റിന്റെ അടുത്തുനിന്ന് ഒരു തുലിപ്പ് പൊക്കറ്റ് കിട്ടും. അതില് ടു ആർ.ജെ. ഹെൻറി വിത്ത് ലവ്, തുലിപ്പ് എന്നും ഉണ്ടാവും. അതാരായിരിക്കും മമ്മി? അതിപ്പാരാ? ഞാനങ്ങനെ ആരും ഇവിടെ ബൊക്ക വെക്കാൻ വരുന്നത് കണ്ടിട്ടില്ലല്ലോ. ഉണ്ട് മമ്മി, എനിക്ക് എന്നും അങ്ങനെ പൊക്കറ്റ് കിട്ടാറുണ്ട്. ആഹാ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണല്ലോ, ആരാണ് ആ ബൊക്ക വെക്കുന്നതെന്ന്. എന്നാ ഇപ്പൊ ഞാൻ പോയി കിടന്നു. നാളെ രാവിലെ നീട്ടി പോകാനുള്ളതാ. അപ്പൊ ഗുഡ് നൈറ്റ്. ആ ഓക്കേടാ, ഗുഡ് നൈറ്റ്. എന്നാലും സാരായിരിക്കും അത്. ഇനി അന്ന് വിളിച്ചിട്ട് തൊലിപ്പിച്ചിട്ടാന്ന് പറഞ്ഞ കുറച്ചായിരിക്കും. ചാൻസ് ഇല്ല. ഇനി ആയിരിക്കോ? എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്ന നീ? ഫ്ലവർ വെക്കുന്ന ആൺകുട്ടിയെ കൂടെ ഇല്ലല്ലോ. കിടന്നുറങ്ങി വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ച് കിടക്ക ചെക്കൻ. രാവിലെ എനിക്ക് പോണ്ടേ? പതിവുപോലെ ദേവ പൊക്കറ്റ് വെക്കാനായി ഗേറ്റിനടുത്തെത്തി. ഇതാരാ ഇപ്പൊ ഈ നേരത്ത് ബൊക്ക വെക്കാനായിരിക്കോ? പോയി നോക്കാം. ഇതെന്നും ഞങ്ങളുടെ കടയിൽ ബൊക്ക വാങ്ങാൻ വരുന്ന കൊച്ചല്ലേ? ഇവൾ എന്നും ബൊക്കറ്റ് വാങ്ങുന്നത് ഇവന് വേണ്ടിയിട്ടാണോ? എന്തായാലും കൊള്ളാം. മോനെ ആരോ, എണീക്കട, എണീക്ക്. എന്താണ് മമ്മി രാവിലെ തന്നെ ഒച്ച ഉണ്ടാക്കുന്നേ? അലാറത്തിന് പകരാണോ? അതല്ലടാ,
ആ ബൊക്ക വെക്കുന്ന കൊച്ചിനെ കിട്ടി. ആ കൊച്ചിനെ എനിക്കറിയാം. ആ കൊച്ചിന്നും ബൊക്ക വാങ്ങുന്നത് നമ്മുടെ കടയിൽ നിന്നാ. നമ്മുടെ കടയിലോ? ആടാ, നീ വേണമെങ്കിൽ നാളെ പപ്പേന്റെ കൂടെ കടയിലേക്ക് വെക്കോ, അപ്പൊ നിനക്ക് കാണാലോ. അത് ഞാൻ പെട്ടെന്ന് ഇന്ന് റെഡി ആവട്ടെ മമ്മി. പപ്പ, ഞാനും ഇന്ന് പപ്പേന്റെ പോയി ഷോപ്പിക്ക്. ഇന്ന് എനിക്ക് സ്റ്റുഡിയോ പോകണ്ട. ആണോ? എന്നാ ഇറങ്ങാം. പതിവ് പോലെ ഇന്ന് ഞങ്ങൾ കടയിലെത്തി. പക്ഷേ പതിവിൽ വ്യത്യസ്തമായി ഇന്നാളെടുത്തത് പല നിറങ്ങളുള്ള തുലിപ്പൊക്കെ അലങ്കരിച്ച പൊക്കറ്റാണ്. ആ പൊക്കറ്റുമായി അവൾ തുലിപ്പിനരികിലെത്തി. ആഹാ, ഇന്ന് വെറൈറ്റി തുലിപ്പ് ബക്കറ്റ് ആണല്ലോ. എന്താ ഇന്ന് വല്ല സ്പെഷ്യൽറ്റി ആണോ? അതെ ഫിലിപ്പങ്ങളെ, ഇന്ന് കുറച്ച് സ്പെഷ്യലാ. അല്ല, മോൾ ആർക്കു വേണ്ടി ഇന്നും ഈ തുലിപ്പ് വാങ്ങുന്നത്? അതൊക്കെ പറയാൻ ഇനിയും ടൈം ഉണ്ടല്ലോ അങ്ങളെ. പക്ഷെ ഇപ്പൊ എത്തിയിട്ട് സമയമില്ല. എനിക്ക് ഈ പൂവ് കൊണ്ട് കൊടുക്കണം. അപ്പൊ ശരി, ബൈ ബൈ. അല്ല, പൈസയോ? പൈസ അവിടെ കൊടുത്താൽ മതി. അതെന്റെ മോനാ, ആരോൺ ഫിലിപ്പ്. ആ ഓക്കെ അങ്ങളെ, എന്നാ നാളെ കാണാം. അല്ല, ഇന്ന് മാഗി ആയിട്ട് വന്നില്ലേ? ഇന്ന് ആരോൺ വന്നതുകൊണ്ട് അവള് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. എനിക്ക് ഓക്കെ അങ്ങളെ, ഞാൻ ഇറങ്ങുവാണ്. ബൈ ബൈ. അവൻ തന്റെ കയ്യിലിരുന്ന പൈസ എടുത്ത് ആരോന്ന് നേരെ നീട്ടി. അതെ ആരം ചേട്ടാ, ഇതൊന്ന് പെട്ടെന്ന് ബെല്ലാക്കിട്ടാ. പോയിട്ട് അത്യാവശ്യമുണ്ട്. ഇത് പെട്ടെന്ന് കൊടുക്കാനുള്ളതാ. അവൻ പെട്ടെന്ന് ആ പൈസ വാങ്ങി ബില്ല് അവൾക്ക് നേരെ നീട്ടി. ബില്ലിപ്പിച്ചതും ബൊക്കറ്റെടുത്ത് അവൾ അവിടെ നിന്നോടി. ഇന്ന് അവൾ പതിവിലും വൈകിയിരുന്നു. എന്തുകൊണ്ടോ ഇന്ന് ആ ദിവസത്ത് കാർമേഘങ്ങളിലായിരുന്നു. സൂര്യന്റെ പ്രകാശം അവളുടെ മുഖത്തെ കൂടുതൽ മനോഹരമാക്കി. അവൾ പെട്ടെന്ന് ബാഗിൽ നിന്നൊരു കത്തെടുത്ത് ആ ബൊക്കറ്റിൽ വെച്ചു. ശേഷം ബൊക്കറ്റ് ഗേറ്റിന് സമീപം വെച്ച് അവൾ തിരിച്ചു നടന്നു. 6 മണി കഴിഞ്ഞു. ആരോടും പപ്പയും തിരിച്ചു വീട്ടിലെത്തി. ഗേറ്റിനരികിൽ ആ തുലിപ്പൊക്കറ്റ് ഇപ്പോഴും അവനെ കാത്തിരിപ്പാണ്. അവൻ ഓടി ചെന്ന് പൊക്കറ്റിന്റെ കയ്യിലെടുത്തു. പതിയെ റൂമിലേക്ക് നടന്നു. പൊക്കറ്റ് ടേബിൾ സ്ഥാപിച്ച ശേഷം അതിനുള്ളിൽ കത്തെടുത്ത് അവൻ മെല്ലെ തുറന്നു. ഡിയർ ഹെൻറി ചായ, എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല. ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട്. ആദ്യമൊക്കെ നിങ്ങളുടെ ശബ്ദത്തെയാണ് ഞാൻ സ്നേഹിച്ചിരുന്നത്. എങ്കിലിപ്പോ ആ ശബ്ദത്തിന്റെ ഉടമയാണ് ഞാൻ സ്നേഹിക്കുന്നത്. കേൾക്കുമ്പോ നിങ്ങൾക്കിത് തമാശയായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതാണ് സത്യം. തമാശയാണ് എന്ന് തോന്നി തുടങ്ങിയ ഇഷ്ടം ഇനി എനിക്ക് തമാശയല്ല, എന്റെ ജീവിതമാണ്. ഒരുപാട് ആലോചിച്ചാണ് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറയാനാണ് തീരുമാനിച്ചത്. നിങ്ങളത് എങ്ങനെ എടുക്കും, എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, ഐ ലവ് യു സോ മച്ച്. എനിക്കിഷ്ടായി. ദിവസങ്ങൾ കടന്നുപോയി. പതിവ് പോലെ ഞാൻ പൊക്കറ്റിലേക്ക് തന്നെ അവന്റെ വീടിനടുത്തെത്തി. ഗേറ്റിനരികിലായി ആൾക്കെന്ന പോലെ ഒരു കത്തിരിക്കുന്നു. അതിനു മുകളിലായി ഫോർ തുലിപ്പ് എന്ന് മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നു. അവൾ അകത്ത് പതുക്കെ കൈയെടുത്ത് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ കാണുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി വെപ്രാളത്തിൽ അവൾ ആ കത്തെടുത്ത് വായിച്ചു. ഹേയ് തുലിപ്പ്, തന്റെ കത്ത് ഞാൻ വായിച്ചായിരുന്നു. ആദ്യമൊക്കെ ഞാൻ റിയാക്ട് ചെയ്യണ്ടെന്നാ വിചാരിച്ചേ. എനിക്ക് ഈ ലെവലൊന്നും വലിയ വിശ്വാസമില്ല. മാത്രമല്ല, ഒരിക്കലും കാണാത്ത ഒരാളെ എങ്ങനെ ഇത്ര സ്നേഹിക്കാൻ കഴിയുന്നേ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ കാര്യമൊന്നുമല്ല. സ്റ്റോപ്പ് ദീസ്. എനിക്കിങ്ങനെ പോക്കറ്റ്സ് അയക്കണമെന്നില്ല. ആൻഡ് ഇറ്റ്സ് എ ക്രിസ്റ്റൽ ക്ലിയർ നോ. പിന്നെ എനിക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കി പോക്കറ്റ്സ് വാങ്ങിയതല്ലേ, അതിൻ്റെ ക്യാഷ് ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം. നാളെ വൈകിട്ട് 4 മണിക്ക് പാറ്റീസ് പാർക്കിൽ വരണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുറപ്പി. അവൾ പതിയെ കട്ടിലേക്ക് ചെന്നു. രാത്രി മുഴുവൻ കരഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, രാവിലെ അവൾ എഴുന്നേൽക്കാൻ വൈകി. സമയം 12 കഴിഞ്ഞിരുന്നു. വീട്ടിലെല്ലാവരും പുറത്തു പോയതുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. അവളുടെ കണ്ണുകൾ ക്ലോക്കിൽ നിന്ന് പിൻവലിക്കാൻ മറന്നുപോയതായി അവൾക്ക് തന്നെ അനുഭവപ്പെട്ടു. ഒരു മഴ പെയ്ത് തുറന്നപ്പോഴേക്കും സമയം 3 കഴിഞ്ഞിരുന്നു. തന്റെ പ്രണയത്തെ ആദ്യമായും ഒരുപക്ഷെ അവസാനമായും കാണണമെന്ന ചിന്തയോടെ അവൾ പതിയെ വീട്ടിൽ നിന്നിറങ്ങി നേരെ ഫിലിപ്പ് ഗാർഡനിലേക്ക് നടന്നു. പതിയെ പോലെ ഒരു തുലിപ്പൊക്കെ കയ്യിലെടുത്ത് അവൾ ക്യാഷ് കൊടുക്കാനായി കൗണ്ടറിലേക്ക് തിരിച്ചു.
എന്താണ് മോളെ നേവ മുഖത്തൊരു മ്ലാനത? ഏയ് ഒന്നല്ല ഫിലിപ്പങ്ങളെ. എന്നാലും എന്തോ ഉണ്ടല്ലോ. ഒന്നല്ല നിങ്ങളെ. പിന്നെ ഇനി ഞാൻ ഫിലിപ്പ് വാങ്ങാൻ വരില്ല കേട്ടോ. ഇത് ലാസ്റ്റാ. അതെന്താ മോളുടെ ഫേവറേറ്റ് ഫ്ലേവർ അല്ലേ തുലിപ്പ്? അല്ല അങ്ങളെ, എന്റെ ഫേവറേറ്റ് ഫ്ലവർ റോസ് ആണ്. ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി വാങ്ങിയതാ. അയാൾക്ക് ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി? ഏയ് അതൊന്നുമില്ല. ഞാൻ വന്നിട്ട് പറയാം അങ്ങളെ, ഇപ്പൊ ടൈമില്ല, പോട്ടെ. അതും പറഞ്ഞ് ക്ലാസ് കണ്ടു വെച്ച ശേഷം അവൾ ഇറങ്ങി നടന്നു. അല്പസമയം കൊണ്ട് തന്നെ അവൾ പാരഡൈസ് പാർക്കിൽ എത്തിച്ചേർന്നു. ആ ബുക്കറ്റ് പിടിച്ച് എങ്ങോട്ടും നീങ്ങാതെ അവൾ നടന്നു. Hey, my dear Tulip. ആർജി ഹെൻറി? അപ്പൊ ആരോൺ ഫിലിപ്പോ? അതെ, ആരോൺ ഫിലിപ്പും ആർജെ ഹെൻറിയും ഒക്കെ ഞാൻ തന്നെയാ. ഞെട്ടണ്ട. പിന്നെ ഇയാക്കിനോട് അഗാധമായ പ്രണയമാണെന്ന് കേട്ടു. സത്യമാണോ? ഹെൻറി ചായ, അത് പിന്നെ ഇച്ചാനോ? കൊള്ളാലോ. അയ്യോ, ഐ എം സോറി. ഓക്കെ മിസ്സസ് ആരോൺ ഫിലിപ്പ്. ഏയ് എന്താ പറഞ്ഞേ? Hey, my dear Tulip. Yes, I'm in love with you. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ ഫേവറേറ്റ് തുലിപ്പാണെങ്കിൽ ഞാൻ നിന്റെ ഫേവറേറ്റ് റെഡ് റോസ് ആവട്ടെ. സിമ്പിൾ ഓഫ് ട്രൂ ലവ്. ഇച്ചായ, ഈ വിളി ഞാൻ സമ്മതമായിട്ട് കൂട്ടുക. മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ ദേവി. ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ. കൂടെ നീ ഇല്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. ഒരു മൊഴി കേൾക്കാൻ കാതോർത്തു, പാട്ടിൻ പാൽക്കടൽ നീ തന്നു, കരയോടലിയും പ്രണയത്തിരയായി ഞാൻ മാറി. ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു, കരളിൽ തഴുകും പ്രണയ കനവായി നീ.